അങ്ങനെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ 7ന്റെ പണി ഏത് മത്സരാർത്ഥിക്കായിരിക്കും കിട്ടുക എന്നായിരിക്കും നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത്. ഒരു പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അക്ബറിനായിരിക്കും. രേണുസുതിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച വിഷയത്തിൽ അക്ബറിനായിരിക്കും 7ന്റെ പണി എന്നായിരിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ മുട്ടൻ പണി വന്നിരിക്കുന്നത് നമ്മുടെ ജിസേലിനാണ്. ജിസേൽ ഇതുപോലെ മേക്കപ്പ് സെറ്റ് അതുപോലെ ഡ്രസ്സൊക്കെ ഒളിപ്പിച്ച് വെക്കുന്ന ഒരു സ്വഭാവം ജിസേലിന്റെ അടുത്തുണ്ടായിരുന്നു. 1-2 തവണ വാണി കൊടുത്തു, 2-3 തവണ ജിസേൽ ആ ഒരു കാര്യം വീണ്ടും ആവർത്തിച്ച് ചെയ്തിട്ടുണ്ട്. അക്കാര്യം ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നെ അവസാനം ജിസേൽ പറഞ്ഞ ഒരു കൺസീലർ കൂടെ കൊടുക്കാനേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അവസാനം ലാലേട്ടൻ ജിസേലിന്റെ ആ ഒരു ബാഗ് കൊണ്ടുവരാൻ പറയുന്നു. അത് നേരെ നാട്ടിലേക്ക് തിരിച്ചയക്കാണ് എന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടെയുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ജിസേല് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്, അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികളോ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ലാലേട്ടൻ ചെയ്തിരിക്കുന്നത്. ആർക്കും ഇവിടെ ഒരു പ്രത്യേകതയും ഇല്ല, ഇവിടെ എല്ലാവരും തുല്യരാണ് എന്നാണ് ലാലേട്ടൻ അതിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. എന്തായാലും ജിസേലിന്റെ ബാഗ് തിരിച്ച് നാട്ടിലേക്ക് കൊടുത്തു വിടുകയാണ്. യാതൊരു എക്സ്ക്യൂസും അവിടെ കാണിക്കുന്നില്ല. എന്തായാലും ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ പണി ചോദിച്ചു വാങ്ങിയിരിക്കുന്നത് നമ്മുടെ ജിസേല് തന്നെയായിരിക്കും. പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.